നമസ്കാരം. പ്രകൃതിയിലെ ഏറ്റവും വിസ്മയകരവും കൗതുകമുണർത്തുന്നതുമായ സസ്യങ്ങളിൽ ഒന്നാണ് വീനസ് ഫ്ലൈട്രാപ്പ്. തങ്ങളുടെ ഇലകളിൽ വന്നിരിക്കുന്ന ഇരകളെ നിമിഷവേഗം കൊണ്ട് പൂട്ടിക്കെട്ടി ദിവസങ്ങളോളം ദഹനരസങ്ങൾ പ്രസരിപ്പിച്ച് അവയെ ദഹിപ്പിച്ചു കളയുന്ന ഈ സസ്യങ്ങളുടെ ചലനവേഗത ദശാബ്ദങ്ങളായി ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അമേരിക്കയിലെ നോർത്ത് കരോലിന, സൗത്ത് കരോലിന എന്നീ പരിമിതമായ പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഈ ചെറു സസ്യം പോഷക ഗുണം കുറഞ്ഞ മണ്ണിലാണ് വളരുന്നത്. അതിനാൽ തങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾക്കായി ഇവ പ്രാണികളെ പിടികൂടി ദഹിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇലകളുടെ ഉൾഭാഗത്തുള്ള പ്രത്യേക രോമ തുല്യമായ ഘടനകളിൽ ഇലകൾ തൊടുന്നതോടെ താടിയെല്ലുകൾക്ക് സമാനമായ ഇവയുടെ ഇലകൾ പെട്ടെന്ന് അടയുന്നു. ഇത്തരത്തിൽ വീനസ് ഫ്ലൈട്രാപ്പ് ഇലകൾ മിന്നൽ വേഗത്തിൽ പൂട്ടുന്നതിന് പിന്നിലെ യഥാർത്ഥ ഭൗതികശാസ്ത്രപരമായ മെക്കാനിസം എന്താണെന്ന് ഇപ്പോൾ ശാസ്ത്രജ്ഞർ കൃത്യമായി കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലധികമായി ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത് ഇലകൾക്കുള്ളിലെ കോശങ്ങൾക്കിടയിൽ വെള്ളം അതിവേഗം പുനർവിതരണം ചെയ്യപ്പെടുന്നത് മൂലമാണ് ഇലകൾ പെട്ടെന്ന് അടയുന്നത് എന്നായിരുന്നു. അതായത് ജലം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റി കോശങ്ങളെ വീർപ്പിക്കുന്നതാണ് ഇതിന് പിന്നിലെന്ന പരമ്പരാഗതമായ സിദ്ധാന്തത്തെ തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് പുതിയ പഠനങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇലകളുടെ പുറംപാളികളിലെ കോശഭിത്തികൾക്ക് ഉണ്ടാകുന്ന അതിവേഗത്തിലുള്ള മൃദുത്വമാണ് ഈ പെട്ടെന്നുള്ള പൂട്ടലിന് കാരണമാകുന്നതെന്ന് ഫ്രഞ്ച് ഗവേഷണ ഏജൻസിയായ CNRS, എക്സ്മാസെ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലുള്ള ഭൗതിക ശാസ്ത്രജ്ഞർ നടത്തിയ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടു. ഈ പുതിയ കണ്ടെത്തൽ പ്രശസ്തമായ സയൻസ് ജേണലിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഫ്രാൻസിലെ മാർസിൽ വെച്ച് നടത്തിയ പരീക്ഷണങ്ങളിൽ ഹൈസ്പീഡ് ഇമേജിംഗ് സാങ്കേതികവിദ്യയും സസ്യത്തിൻ്റെ പുറംപാളിയിലെ മെക്കാനിക്കൽ അളവുകളും കൃത്യമായ മോഡലിംഗും ശാസ്ത്രജ്ഞർ പ്രയോജനപ്പെടുത്തിയിരുന്നു. കൂടാതെ മുൻപ് കരുതിയിരുന്നത് പോലെ ജലത്തിൻ്റെ ചലനമല്ല ഇതിന് പിന്നിലെന്ന് ഉറപ്പാക്കാൻ സസ്യകോശങ്ങൾക്കിടയിലെ ജലഗതാഗതവും അവർ പ്രത്യേകം അളന്ന് തിട്ടപ്പെടുത്തി. ഇലകളുടെ ഉൾഭാഗത്തുള്ള പ്രത്യേക ട്രിഗർ രോമങ്ങളിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രാണികൾ 2 തവണ സ്പർശിക്കുമ്പോഴാണ് ട്രാപ്പ് അടയുന്നത്. വെറും 1 സെക്കൻഡിൻ്റെ 10-1 സമയം കൊണ്ട് ഈ ഇലകൾക്ക് പൂട്ടാൻ സാധിക്കുമെന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി. ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ഭൗതികശാസ്ത്രജ്ഞനായ ലോയർ ഫോർട്ടറുടെ അഭിപ്രായത്തിൽ ഈ ഇലകൾ പ്രവർത്തിക്കുന്നതിന് മുൻപ് തന്നെ ഒരു സ്പ്രിംഗ് പോലെ മെക്കാനിക്കലായി ലോഡ് ചെയ്യപ്പെടുന്ന അവസ്ഥയിലായിരിക്കും ഇരിക്കുക. പ്രാണികളുടെ സ്പർശനത്തിലൂടെ ഇലകൾ ഉത്തേജിക്കപ്പെടുമ്പോൾ പുറംപാളിയിലെ കോശഭിത്തികൾ ഏകദേശം 30 മുതൽ 40% വരെ പെട്ടെന്ന് മൃദുവായി മാറുകയും കൂടുതൽ വഴക്കമുള്ളതായി തീരുകയും ചെയ്യുന്നു. ഇത് സസ്യകലകളിൽ സംഭരിക്കപ്പെടുന്ന ആന്തരിക സമ്മർദ്ദത്തെ പെട്ടെന്ന് പുറത്തുവിടുകയും ഇലകൾ വളഞ്ഞ് പെട്ടെന്ന് അടയാൻ കാരണമാവുകയും ചെയ്യുന്നു. ഈ മൃദുത്വം വെറും 1 സെക്കൻഡിനുള്ളിലാണ് കോശങ്ങളിൽ വികസിക്കുന്നത്. ഇര പൂർണ്ണമായി അടയ്ക്കപ്പെട്ടു കഴിഞ്ഞാൽ ദഹന പ്രക്രിയ ആരംഭിക്കുകയും പോഷകങ്ങൾ ആഗിരണം ചെയ്ത ശേഷം അവശിഷ്ടങ്ങൾ മാത്രം ബാക്കി വെച്ച് ഇലകൾ വീണ്ടും തുറക്കപ്പെടുകയും ചെയ്യുന്നു. പരിണാമ പ്രക്രിയയിൽ സസ്യങ്ങൾ പൂർണ്ണമായും പുതിയൊരു സംവിധാനം വികസിപ്പിച്ചെടുക്കുകയല്ല ചെയ്തത്, മറിച്ച് വളർച്ചാ ഘട്ടങ്ങളിൽ കോശഭിത്തികളുടെ കാഠിന്യത്തിൽ മാറ്റം വരുത്തുന്ന തങ്ങളുടെ നിലവിലുള്ള സവിശേഷതയെ വളരെ തീവ്രമായ രീതിയിൽ ചുരുങ്ങിയ സെക്കൻഡുകൾ കൊണ്ട് പ്രയോജനപ്പെടുത്തുവാൻ വീനസ് ഫ്ലൈട്രാപ്പ് ശീലിക്കുകയായിരുന്നു. 19-ാം നൂറ്റാണ്ടിലെ പ്രകൃതിശാസ്ത്രജ്ഞനായ ചാൾസ് ഡാർവിൻ മുതൽ ശാസ്ത്രലോകത്തെ ആകർഷിച്ച ഈ പ്രതിഭാസത്തിൻ്റെ കണ്ടെത്തൽ ഭാവിയിൽ മനുഷ്യന് ഉപകാരപ്രദമായ സാങ്കേതിക വിദ്യയിലേക്ക് വഴി തുറക്കുമെന്നാണ് ഗവേഷകർ പ്രത്യാശിക്കുന്നത്. ഒരു സസ്യത്തിൽ ഇത്രയും വേഗത്തിൽ കോശഭിത്തികളുടെ മെക്കാനിക്കൽ ഗുണങ്ങളിൽ മാറ്റമുണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് കണ്ടെത്തുന്നത്. ദ്രാവകം പമ്പ് ചെയ്യുകയോ തകരുകയോ ചെയ്താൽ സ്വന്തം പദാർത്ഥത്തിൻ്റെ കാഠിന്യം സ്വയം ക്രമീകരിച്ചുകൊണ്ട് ഒരു ജീവനുള്ള വസ്തുവിനെ എങ്ങനെ ചലിക്കാമെന്ന് ഈ പഠനം കാണിച്ചു തരുന്നു. ഈ തത്വം ഭാവിയിൽ സോഫ്റ്റ് റോബോട്ടുകളുടെയോ സ്മാർട്ട് മെറ്റീരിയലുകളുടെയോ നിർമ്മാണത്തിന് വലിയ രീതിയിൽ പ്രചോദനവുമായേക്കാം. വെബ് ഡെസ്ക് തത്വമേ TV.